പ്രിയപ്പെട്ടവരെ, സുപ്രഭാതം. ഒരു സാധാരണ വൈകുന്നേരം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിലെത്തി ചെരുപ്പ് ഊരിയിരിക്കുമ്പോഴാണ് ഫോൺ വന്നത്. ചേട്ടാ, ഒരു ചെറിയ സഹായം വേണം, ഇന്നു തന്നെ തീർക്കണം. ആ ദിവസം ഞാൻ പൂർണ്ണമായി ക്ഷീണിച്ചിരുന്നു. ശരീരം വിശ്രമം ആവശ്യപ്പെടുകയായിരുന്നു. മനസ്സിൽ വ്യക്തമായ ഒരു മറുപടി ഉണ്ടായിരുന്നു: ഇന്ന് എനിക്ക് കഴിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് മറ്റൊന്നായിരുന്നു: ശരി, നോക്കാം. ആ നോക്കാം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം പലർക്കും അറിയാം. അത് പലപ്പോഴും ഇല്ല എന്ന് പറയാൻ മടിക്കുന്ന മനസ്സിൻ്റെ മറുപടിയാണ്. ഫോൺ വെച്ചതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ആ വ്യക്തിയെ സന്തോഷിപ്പിച്ചു. പക്ഷേ എന്നെ തന്നെയോ? ആ രാത്രിയിൽ ജോലി തീർക്കാൻ ഇരിക്കുമ്പോൾ ഒരു വിചിത്രമായ അസ്വസ്ഥത ഉണ്ടായിരുന്നു. സഹായിക്കുന്നതിൻ്റെ സന്തോഷമല്ല, സമ്മതിച്ചിട്ടും മനസ്സ് തയ്യാറാകാത്ത അവസ്ഥ. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, നമ്മൾ എത്ര തവണ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയേണ്ടിടത്ത് ശരി എന്ന് പറയുന്നു. ഇത് വലിയ തീരുമാനങ്ങളിൽ മാത്രമല്ല. ഇന്ന് വരാമല്ലോ, ഈ ജോലി കൂടി ഏറ്റെടുക്കാമോ, കുറച്ച് പണം ഇപ്പോൾ തരാമോ, നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. നമ്മുടെ മറുപടി പലപ്പോഴും ഒരു വാക്കല്ല, ഒരു ഭയമാണ്. ആരെങ്കിലും നിരാശപ്പെടുമോ എന്ന ഭയം, നല്ലവനല്ലെന്ന് കരുതുമോ എന്ന ഭയം, ബന്ധം മോശമാകുമോ എന്ന ഭയം, സ്വാർത്ഥനാണെന്ന് വിളിക്കുമോ എന്ന ഭയം. ഒരു ചായക്കടയിൽ ഞാൻ പതിവായി കാണുന്ന ഒരു മനുഷ്യനുണ്ട്. എല്ലാവർക്കും സഹായം ചെയ്യും. ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ ശരി എന്ന് പറയും. ആദ്യം എല്ലാവരും അവനെ വളരെയധികം പ്രശംസിച്ചു. പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ മറ്റൊന്ന് ശ്രദ്ധിച്ചു. അവൻ എപ്പോഴും ഓടിക്കൊണ്ടിരുന്നു. സ്വന്തം കാര്യങ്ങൾ മാറ്റിവെക്കും. കുടുംബത്തിന് സമയം കുറയും. ഒടുവിൽ ഒരു ദിവസം അവൻ പറഞ്ഞു, എല്ലാവർക്കും സമയം കൊടുത്തു, പക്ഷെ എനിക്ക് വേണ്ടി സമയം ബാക്കിയില്ല. ആ വാക്ക് വളരെ ആഴമുള്ളതാണ്. നമ്മൾ പലപ്പോഴും കരുതുന്നത് ഇല്ല എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ് എന്നാണ്. പക്ഷെ എല്ലായ്പ്പോഴും ശരി എന്ന് പറയുന്നത് പലപ്പോഴും ആത്മാർത്ഥതയല്ല, സ്വന്തം പരിധികളെ അവഗണിക്കലാണ്. ഒരു ചെറിയ ദൃശ്യം ചിന്തിക്കൂ. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷാ നിർദ്ദേശം പറയാറുണ്ട്: ആദ്യം നിങ്ങളുടെ ഓക്സിജൻ മാസ്ക് ധരിക്കുക, പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക. ആരും അതിനെ സ്വാർത്ഥതയായി കാണുന്നില്ല. കാരണം ശ്വാസമില്ലാത്ത ഒരാൾക്ക് മറ്റൊരാളെ രക്ഷിക്കാനാവില്ല. ജീവിതവും അതുപോലെയാണ്. നിങ്ങളുടെ ആരോഗ്യം തകരുമ്പോൾ, മനസ്സ് ക്ഷീണിക്കുമ്പോൾ, സമയം ചിതറിപ്പോകുമ്പോൾ നിങ്ങൾ നൽകുന്ന അതേകൾക്ക് ഗുണമേന്മ കുറയുന്നു. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഇല്ല എന്ന് പറയുന്നത് ആളുകളെ തള്ളിക്കളയൽ അല്ല. ഇല്ല എന്ന് പറയുന്നത് സാഹചര്യത്തെ സത്യസന്ധമായി അംഗീകരിക്കലാണ്. ഉദാഹരണത്തിന്, എനിക്കിപ്പോൾ ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല, ഈ ആഴ്ച സമയം ലഭ്യമല്ല, ഞാൻ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഇപ്പോൾ സാധിക്കില്ല. ഇത് ചെയ്യുന്നത് എൻ്റെ നിലവിലെ ഉത്തരവാദിത്വങ്ങളെ ബാധിക്കും. ഇവ ബന്ധം തകർക്കുന്ന വാക്കുകളല്ല, വിശ്വാസമുണ്ടാക്കുന്ന വാക്കുകളാണ്. കാരണം വ്യക്തമായ ഇല്ല പലപ്പോഴും ആശയക്കുഴപ്പമുള്ള ശരിയേക്കാൾ കൂടുതൽ ബഹുമാനകരമാണ്. ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണം വരുന്നത് ജോലി കൊണ്ടല്ല, ചെയ്യാൻ മനസ്സില്ലാത്ത കാര്യങ്ങൾക്ക് സമ്മതം നൽകിക്കൊണ്ടാണ്. എത്ര ശരിയാണ് അത്. ചിലപ്പോൾ നമ്മൾ ഒരു പരിപാടിക്ക് പോകുന്നു, മനസ്സില്ലാതെ. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, സമയമില്ലാതെ. ഒരു ബന്ധത്തിൽ തുടരുന്നു, ആത്മാർത്ഥത ഇല്ലാതെ. പുറത്ത് നമ്മൾ ശരി എന്ന് പറയുന്നു, ഉള്ളിൽ ഓരോ ദിവസവും ചെറിയ ചെറിയ ഇല്ലാകൾ കെട്ടിക്കിടക്കുന്നു. അതാണ് പിന്നീട് അസഹിഷ്ണുതയായി മാറുന്നത്. അതാണ് പെട്ടെന്ന് കോപമായി പുറത്തു വരുന്നത്. അതാണ് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നലാകുന്നത്. സത്യത്തിൽ പലപ്പോഴും പ്രശ്നം മറ്റുള്ളവർ നമ്മെ ഉപയോഗിച്ചതല്ല, നമ്മൾ നമ്മുടെ പരിധി അറിയിച്ചില്ല എന്നതാണ്. ഒരു അധ്യാപികയെ എനിക്കറിയാം. സ്കൂളിൽ എല്ലാവരും അവരോട് സഹായം ചോദിക്കും. ഒരു ഘട്ടത്തിൽ അവർ എല്ലാം ഏറ്റെടുക്കാൻ തുടങ്ങി. ഫലം, അവർ നല്ല അധ്യാപികയായിരുന്നിട്ടും സ്ഥിരമായി സമ്മർദ്ദത്തിലായി. പിന്നീട് അവർ ഒരു ചെറിയ നിയമം സ്വീകരിച്ചു: എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ സമ്മതം നൽകൂ. ആദ്യത്തിൽ ചിലർ അതിശയിച്ചു. പക്ഷെ പിന്നീട് എല്ലാവർക്കും അവരുടെ വാക്കിൽ വിശ്വാസം വന്നു.
കാരണം അവർ ശരി പറഞ്ഞാൽ അത് നിറവേറ്റുന്ന വാക്കായിരുന്നു. അതാണ് പ്രധാന കാര്യം. ശരി എന്ന വാക്കിൻ്റെ വില നിലനിൽക്കുന്നത് നമുക്ക് ഇല്ല എന്ന് പറയുവാനുള്ള ധൈര്യമുള്ളപ്പോൾ മാത്രമാണ്. എപ്പോഴും സമ്മതിക്കുന്ന ഒരാളുടെ സമ്മതത്തിന് വിശ്വാസ്യത കുറയും. തിരഞ്ഞെടുത്ത് സമ്മതിക്കുന്ന ഒരാളുടെ വാക്കിന് വിശ്വാസം കൂടും. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് എല്ലാറ്റിനും ഇല്ല എന്ന് പറയുന്നില്ല. ജീവിതം സഹകരണത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സഹായം ചെയ്യുന്നത് മനുഷ്യത്വമാണ്. ഒപ്പം നിൽക്കുന്നത് മഹത്തരമാണ്. പക്ഷെ ഒരു ചോദ്യം മാത്രം നമ്മളോട് ചോദിക്കാം. ഞാൻ പറയുന്ന ശരി എൻ്റെ മനസ്സിൻ്റെ തീരുമാനമാണോ, അല്ലെങ്കിൽ ആരെയെങ്കിലും നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൻ്റെ പ്രതികരണമാണോ? കാരണം സത്യസന്ധമായ ഇല്ല ഒരു ബന്ധത്തെ പരീക്ഷിക്കും. പക്ഷെ അസത്യമായ ശരി പതുക്കെ നമ്മളെ തന്നെ ക്ഷീണിപ്പിക്കും. ഒരുപക്ഷെ ജീവിതത്തിലെ പക്വത എന്നത് എല്ലായ്പ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കുവാനുള്ള ശ്രമത്തിൽ നിന്ന് സ്വയം മോചനം നേടുമ്പോഴാണ് ലഭിക്കുക. ഇന്ന് നിങ്ങളുടെ ദിവസത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഒരു നിമിഷം നിൽക്കൂ. മറുപടി പറയുന്നതിന് മുൻപ് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കൂ. അത് ഇല്ല എന്നാണെങ്കിൽ അത് പറയുവാനുള്ള ധൈര്യം ഉണ്ടാവട്ടെ. കാരണം ചിലപ്പോൾ ഏറ്റവും കരുണയുള്ള മറുപടി ശരി എന്നതല്ല, സത്യസന്ധമായ ഒരു ഇല്ല എന്ന് തന്നെയാണ്. നന്ദി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തതയും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു.